ഒരു സീൻ എത്തുമ്പോഴത്തേക്ക് എനിക്ക് പോലും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഓവർ വയലൻസ് ഇല്ല, വയലൻസ് പ്രതീക്ഷിച്ച് പോകരുത്. മിലിറ്ററി ഓഫ് പോലീസ് അർജുൻ സർക്കാർ. ഞാനീ ഒറ്റയാൾ പോരാട്ടം പോലെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാനീ ഇത് കൊണ്ടുപോയാണ് ഇവിടെ. എങ്ങനെയുണ്ടായിരുന്നു ബ്രഹ്മാണ്ടം. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് കൊള്ളാം, വയലൻസ് ഒക്കെ ഉണ്ട്. എക്സ്പെക്ട് ചെയ്ത നല്ല ലെവലുണ്ടായിരുന്നോ? എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ വന്ന് കണ്ടത്. ലൈക്ക് ഞാൻ ബാക്കി 2 പടവും ഞാൻ അല്ലാതെ വീട്ടിലിരുന്നാണ് കണ്ടത്. അപ്പോൾ ഇതൊന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. ലൈക്ക് ആക്ഷനും വയലൻസ് ഒക്കെ ഓക്കെയാണ്. ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്, അത് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഹിറ്റ് 4 എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. കൊള്ളാം, നല്ല പടം. എങ്ങനെയുണ്ട്? ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻസ് ബെസ്റ്റ് ആണ്. ഫസ്റ്റും സെക്കൻഡ്സും വെച്ച് നോക്കുകയാണെങ്കിൽ വയലൻസ് കുറച്ച് കൂടുതലാണ്. ക്ലൈമാക്സിലെ ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് ബെസ്റ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ക്ലൈമാക്സിലെ ക്യാമിയോ എങ്ങനെയുണ്ട്? ക്യാമിയോ ബെസ്റ്റ് ആണ്. ക്ലൈമാക്സ് 2 ക്യാമിയോ ഉണ്ട്, അത് സർപ്രൈസ് ആണ്. ജസ്റ്റ് ഒന്ന് എബവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ട്. പിന്നെ ഒരു ഹോമിസൈഡ് മോഡൽ ആ ഒരു ടൈപ്പ് പടമാണ്. അപ്പോൾ അത് ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പാണ്. അങ്ങനെ ഒരു വൺ ടൈം വാച്ചബിളാണ്. ഞാനിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അനാവശ്യ റൊമാൻസ് ഉണ്ട് ഇടയ്ക്ക്, അത് മാത്രമേ ബോറായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത കൊള്ളാം, വൺ ടൈം വാച്ചബിളാണ്. വയലൻസ് എങ്ങനെയുണ്ട്? വയലൻസ് നല്ല വിഷയം. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? എൻഗേജിംഗ് ആണോ? ശേഷമാണ് പടം നൈസായത്. ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് സീക്വൻസ് എങ്ങനെയുണ്ട്? ഹിറ്റ് 1 ഉം 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉണ്ടോ അതിനകത്ത്, അതോ ഫുള്ള് വയലൻസ് തന്നെയാണോ? ഫുൾ വയലൻസ് തന്നെ. കൊള്ളായിരുന്നു, നൈസായിട്ട്. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്ങനെ നാനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഞാനിയാണ് കിട്ടില്ല. ഞാനീ ഒറ്റയാൾ പോരാട്ടം പോലെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാനീ ഇത് കൊണ്ടുപോയാണ് ഇവിടെ. ക്ലൈമാക്സിലെ ആക്ഷൻസ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സിലെ ആക്ഷൻസ് കൊള്ളാം. സെക്കൻഡ് ഹാഫിന്റെ പകുതിയും ക്ലൈമാക്സ് ആണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് എനിക്കത്ര വർക്കായില്ല. എനിക്കത് ഭയങ്കര ഒരു ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ട്, ചിലതൊക്കെ റൊമാൻറ്റിക് സീൻസ് ഒന്നും എനിക്കത് വർക്കായില്ല. അപ്പം ഞാൻ വിചാരിച്ച കയ്യിൽ നിന്ന് പോയെന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫ് അവര് കൊണ്ടുപോയി. ഇമോഷൻസ് ഒക്കെ ഓക്കെ വർക്കായി. സെക്കൻഡ് ഹാഫ് വർക്കായി. സെക്കൻഡ് ഹാഫിൽ നമുക്ക് നല്ലപോലെ വർക്കാവും. നല്ലപോലെ എനിക്ക് പേഴ്സണലി വർക്കായി. ഒരു ആക്ഷൻ ഫ്ലിക്കാണ്, ഇൻവെസ്റ്റിഗേഷൻ പടം അല്ലേ ഇത്. വേറെ രീതിയിലെടുത്തത്. ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്, ഹിറ്റ് 4th കേസ് വരുന്നത്. അത് ക്യാമിയോ ഒരു കിട്ടില്ല ക്യാമിയോ ആയിരിക്കും. കൊള്ളാം ബ്രോ, നൈസ്. ഫ്രാഞ്ചൈസിൽ ഒരു നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിലും പ്രതീക്ഷ കാട്ടി എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പടം സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് ഹിറ്റ് ഫ്രാഞ്ചൈസിലുള്ളത് തന്നെയാണ്. പക്ഷെ ഭയങ്കര എൻഗേജിങ് ആണ് തുടക്കം തൊട്ട് അവസാനം വരെ. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ വന്നിട്ട് ഫുൾ ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് പക്കാ തിയേറ്റർക്ക് സ്റ്റഫാണ്. 1 ഉം 2 വെച്ച് നോക്കുമ്പോഴത്തേക്കും 2 തന്നെയാണ് ബെറ്റർ. ഇത് സിനിമ നല്ല സിനിമ തന്നെയാണ്. വയലൻസ് ഓവർ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതില്ല. ക്ലൈമാക്സും കാര്യങ്ങളും ഞാനീ ആക്ഷനും കാര്യങ്ങളെല്ലാം പക്കയാണ്. പക്ഷേ വയലൻസ് ഓവർ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അത്രയേ ഉള്ളൂ. അല്ല, പിന്നെ ക്ലൈമാക്സിലെ വയലൻസ് ഒക്കെയുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പക്കയാണ്. ഗസ്റ്റ് റോളും കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ്. വേറെ അതായത് പടം ഒരു ഓക്കെ പടം തന്നെയാണ്. 1 ഉം 2 വെച്ച് നോക്കുമ്പോൾ 2 തന്നെയാണ് ബെറ്റർ. ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ ഉണ്ട്. ത്രില്ലിംഗ് എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ സ്റ്റാൻഡേർഡ് ഞാൻ ഈ ടിപ്പിക്കൽ ലെവലിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഓവർ വയലൻസ് ഇല്ല, വയലൻസ് പ്രതീക്ഷിച്ച് പോകരുത്. ഞാനയുടെ എക്സ്പെക്റ്റേഷനൊക്കെ കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫ് പടം കുഴപ്പമില്ല, നമ്മൾ കുറ്റം പറയാനുള്ള രീതിയിലൊന്നുമല്ല പടം പോയിട്ടുള്ളത്. പിന്നെ ആവറേജ് മൂവിയാണ് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ. സെക്കൻഡ് ഹാഫ് വയലൻസ് ഉണ്ട്, നല്ല കട്ട വയലൻസ് ആയിരുന്നു. പിന്നെ അതിൽ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കണം കൊള്ളാം. പിന്നെ അതിലൊരു ഏറ്റവും ലാസ്റ്റ് ഒരു സസ്പെൻസ് ആയിട്ട് നമ്മുടെ സൂര്യ ഡാനിയും കാർത്തികിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ ഭാഗമുണ്ട് ഇനി. അപ്പോൾ 4ാമത്തെ ഭാഗത്തിൽ ഇതിനെക്കാട്ടി നല്ല ബിൽഡപ്പായിട്ട് വരുന്ന കാര്യം കാർത്തികിനെ കാണിക്കുന്നുണ്ട്. കുറച്ച് 2-3 ഡയലോഗ് പ്രസൻസ് ഒക്കെ ഉണ്ട്. ആവറേജ് മൂവിയാണ്, കുഴപ്പമില്ലെന്ന് പറയാം. നമ്മൾ കുറ്റം പറയാനായിട്ടില്ല. നാരിയുടെ ഫൈറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഡയലോഗ്സും എല്ലാമൊക്കെ കൊള്ളാം. നമുക്ക് അത്യാവശ്യം റൊമാൻസും അതിൽ കാണിക്കുന്നുണ്ട്. മിലിറ്ററി ഓഫ് പോലീസ് അർജുൻ സർക്കാർ. ഹിറ്റ് സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഇങ്ങനെ പോകുന്നത്. എപ്പോൾ തുടങ്ങി എപ്പോൾ തീരുന്നു എന്ന് അറിയില്ല. എന്നാലാണെങ്കിൽ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയ കാര്യമായിട്ടില്ല, ഒറ്റ പാട്ടുമില്ല. അതിൻ്റെ ഒരു കുറ്റാന്വേഷണ കഥയാണ് ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെ അവിടെ മാത്രം ഒരു പാട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നാനിയുടെ പിന്നെ അങ്ങോട്ട് വിളയാട്ടം എന്നൊക്കെ രീതിയിൽ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവസാനത്തെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ക്ലീഷേ ആയി പോയി എന്നെനിക്ക് തോന്നി. കാരണം
ക്ലീഷേ ഇതും നമ്മൾ സെറ്റ് ഇട്ടിരിക്കണമെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഒരു നെഗറ്റീവ് പോയിന്റ്സ് പോലെ എനിക്ക് തോന്നി. പക്ഷേ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആ ഒരു ഫൈറ്റ് കാര്യങ്ങൾ കുറെ കൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചുരുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നി. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു അതിരടി മാസ് മസാല പടം അതാണ്. എന്നാൽ ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയിലേക്ക് സ്റ്റാർട്ടിങ് മുതൽ പോകുന്നുമില്ല. സിനിമ നല്ല വ്യത്യസ്തമായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവസാനം ആദിവിശേഷിൻ്റെ ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ മാർക്കോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ ഇതിൽ ഒരു പർട്ടിക്കുലർ സീൻ, പക്ഷേ അത് വയലൻസ് അല്ല കാണിക്കുന്നത്. ആ ഒരു സീൻ എത്തുമ്പോഴത്തേക്ക് എനിക്ക് പോലും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. അതൊരു പക്ഷേ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് പക്ഷേ വയലൻസ് കാണിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കല്ലോ മാനസികമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. നമ്പർ ഓഫ് സീൻസ് മാർക്കോയെക്കാളും കൂടുതലാണ്. പക്ഷേ മാർക്കോയെ കടത്തി വെട്ടി എന്ന് എനിക്കൊരു വയലൻസിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായമില്ല.